ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. ഇതിനകത്ത് ഈ മാച്ച് ഇപ്പം നടന്നില്ല. ഈ മാച്ച് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് നഷ്ടമാർഗം ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് നഷ്ടമുണ്ടായിരിക്കുന്ന ഒരേ ഒരു സ്ഥാപനം എന്ന് പറയുന്ന റിപ്പോർട്ടർ ടി വിക്ക് മാത്രമാണ്. ആകെപ്പാടെ എനിക്ക് തോന്നുന്നു അവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്ന 26 കോടിയോളം രൂപയുടെ മെയിൻ്റനൻസ് വർക്ക് ഈ പറഞ്ഞ കലൂർ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നഷ്ടമാർക്കാണ് സംസ്ഥാന സർക്കാരിന് വല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതിനെ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിൽ മാത്രമാണ്. ഇവർ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഓഫീസിൽ പോയതും അവിടെ നടത്തിയ മീറ്റിങ്ങുകളും ഒന്നൊക്കെ നമ്മൾ വിഷ്വൽസ് കണ്ടതല്ലേ. അതിനുശേഷവും പിന്നെ ഇവരോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ വളർച്ചയിൽ ഇവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല മറ്റു മാധ്യമങ്ങൾക്ക്. നമ്മുടെ സംസ്ഥാനത്തെ ഏത് മന്ത്രി വിദേശത്ത് പര്യടനത്തിന് പോയി കഴിഞ്ഞാലും പോയ കാര്യം നടക്കാതെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആ പണം ആ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഈടാക്കണം, അല്ലെങ്കിൽ ആ മന്ത്രിക്കെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക് വേണം പോകാനായിട്ട്. അതിനുള്ളത് ആർജവം കാണിക്കുക നമ്മുടെ സംസ്ഥാന സർക്കാർ. നമസ്കാരം. നമസ്കാരം. കേരളത്തിലേക്ക് ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കൊണ്ടുവരുന്നതായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു തട്ടിപ്പ് നടന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടർ ചാനലിനും റിപ്പോർട്ടർ കമ്പനിക്കെതിരെയും ആൻഡോ ഗസ്റ്റിനെതിരെയൊക്കെയുള്ള ആരോപണങ്ങളാണ് 2 ദിവസമായിട്ടുള്ള കേരളത്തിലെ ഹോട്ട് ടോപ്പിക്. ഇന്നിപ്പോൾ അതിനെതിരെയുള്ള തെളിവുകളുമായിട്ട് റിപ്പോർട്ടർ ചാനലും രംഗത്ത് വന്നിട്ടുണ്ട്. AFA ആയിട്ടുള്ള കരാറിൻ്റെയും യാത്ര നടത്തിയ രേഖകളും എല്ലാം തെളിവുകൾ അവരും നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിനെതിരെ മുന്നുണ്ടായിരുന്ന പല കേസുകളും ഇപ്പോൾ കുത്തിപ്പൊങ്ങിയിട്ടുമുണ്ട്. ഈ മുട്ടിൽ മരമുറയായിട്ട് ബന്ധപ്പെട്ടും അതിൽ കോടതിയിൽ ഹാജരാവാത്തതായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളും ഇതിനൊപ്പം തന്നെ പൊന്തി വരുന്നുണ്ട്. ഇപ്പം ഇതിൽ ആദ്യം വന്ന തട്ടിപ്പ് ആരോപണമാണോ, അതിനെതിരെ റിപ്പോർട്ടർ ചാനൽ തെളിവുകളുമായിട്ട് വന്നതാണോ? ഇതിലേതാണ് വിശ്വസിക്കാം? തോമസ്, ഞാൻ പറയട്ടെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ടർ ടി വിയുടെ ഈ ഒരു വളർച്ച മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ട വിഷയം എന്താണ്? ലയണൽ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരാണ് തീരുമാനമെടുത്തത്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. അതിനുശേഷം സർക്കാർ ഒരു സ്പോൺസറെ അന്വേഷിച്ച് നടക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ട് ഏകദേശം 250 കോടിയോളം രൂപ ആവശ്യമായി വരുന്ന ഈ ഒരു ലയണൽ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പണം കണ്ടെത്താനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സ്പോൺസർ വേണം. സ്പോൺസർമാരെ അന്വേഷിച്ച ശേഷം സംസ്ഥാന സർക്കാരിന് സ്പോൺസർമാരെ ഒന്നും കിട്ടുന്നില്ല. ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടർ ടി വി, അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഈ ഒരു സ്പോൺസർഷിപ്പിന് തയ്യാറാവുന്നു. അവരവരുടെ മാന്യത വെച്ചിട്ട് എന്താണ് ചെയ്തത്? ആദ്യം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു. അതിനുശേഷം അവരുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുന്നു. ആ എഗ്രിമെൻറ്റ് പ്രകാരം ഇവിടെ വരുന്നു. ഇവിടെ ആദ്യം തിരുവനന്തപുരം ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അവിടെ ക്രിക്കറ്റ് മത്സരം നടക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ആ സ്റ്റേഡിയം വിട്ടു നൽകാൻ സാധിക്കില്ല എന്നവരെ അറിയിച്ചതിനെ തുടർന്ന് ആണ് കൊച്ചി സ്റ്റേഡിയം തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഒരു ആഗോള മാച്ച് നടക്കാത്തൊരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച്, കേരള സർക്കാരിനെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ GCDയെ സംബന്ധിച്ച് ആ സ്റ്റേഡിയം വിട്ടുകൊടുത്ത സമയത്തൊക്കെ എല്ലാ നൂലാമാലകളും അല്ലെങ്കിൽ എല്ലാ ഫോർമാലിറ്റികളും ഒന്നും പാലിച്ചിട്ടുണ്ടാവില്ല. കാരണം ഒരു പ്രത്യേക രീതിയിൽ വേണം നമ്മളിതിനെ കാണാനായിട്ട്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻ്റർനാഷണൽ മാച്ച് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊച്ചു സംസ്ഥാനമായി കേരളത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് ഒരുപാട് കൺസിഡറേഷൻസ് കൊടുത്തിട്ടുണ്ടാവാം. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. ഇതിനകത്ത് ഈ മാച്ച് ഇപ്പം നടന്നില്ല. ഈ മാച്ച് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് നഷ്ടമാർഗം ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് നഷ്ടമുണ്ടായിരിക്കുന്ന ഒരേ ഒരു സ്ഥാപനം എന്ന് പറയുന്ന റിപ്പോർട്ടർ ടി വിക്ക് മാത്രമാണ്. വേറെ ആർക്കെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? കലൂർ സ്റ്റേഡിയം റിപ്പോർട്ടർ ചാനലിന് മെയിൻ്റനൻസിനായിട്ട് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ 76 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് മൊത്തത്തിൽ അവിടെ വന്നിട്ടുള്ളത്. ഏകദേശം അതിൻ്റെ ഈ പെയിൻറ്റിങ് ഉൾപ്പെടെ കസേരകളൊക്കെ പറഞ്ഞു കിടക്കുന്ന കസേരകളാണ്. നേരത്തെ ആ സ്റ്റേഡിയത്തിൽ പോയിട്ടുള്ള, അതായത് നമ്മുടെ ഫുട്ബോൾ മത്സരം കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടുള്ള ആളുകൾക്കറിയാം ആ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം. അതിനുശേഷം ആ ചെയറുകൾ, പറഞ്ഞു കിടന്നിരുന്ന ചെയറുകൾ, പൊട്ടിക്കിടന്നിരുന്ന ചെയറുകൾ, ഇതൊക്കെ പൊളിച്ചു മാറ്റി പുതിയ ചെയറുകൾ സ്ഥാപിക്കുന്നു. ആ സ്റ്റേഡിയത്തെ വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ആ സ്റ്റേഡിയത്തെ കൊണ്ടുവരുന്നു. അതിനിടയിൽ പിന്നെ വഴി സൈഡിൽ തടസ്സമായിട്ട് നിന്നിരുന്ന ചില മരത്തിൻ്റെ ചില്ലകൾ വെട്ടിമാറ്റുന്നു. ഇതിനപ്പുറത്തേക്ക് അവിടെ വേറെ എന്തെങ്കിലും മരമുറി നടന്നിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ നടന്നിട്ടുണ്ടോ? ആകെപ്പാടെ എനിക്ക് തോന്നുന്നു അവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്ന 26 കോടിയോളം രൂപയുടെ മെയിൻ്റനൻസ് വർക്ക് ഈ പറഞ്ഞ കലൂർ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നഷ്ടമാർക്കാണ് സംസ്ഥാന സർക്കാരിന് വല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതിനെ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിൽ മാത്രമാണ്. പിന്നീട് ചില മാധ്യമ സ്ഥാപനങ്ങൾ ആരോപിക്കുന്നത് ഇവർ ഡോളർ കടത്ത് നടത്തി എന്നുള്ളതാണ്. അതായത് മലയാളിയുടെ പൊതുബോധത്തിലേക്ക് ചില മാധ്യമങ്ങൾ അവർ പറയുന്നത് മാത്രമാണ് ശരി എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളുടെ ഈ തലമുറകളോട് ചെയ്തിരിക്കുന്ന ഒരു ദ്രോഹമാണത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം, വിദേശത്തേക്ക് ഡോളർ കടത്തിയെന്നൊരു ആരോപണം ആണ് ഇന്ന് ഒരു പ്രമുഖ മാധ്യമം ഈ റിപ്പോർട്ടർ ചാനൽ ഇതിനെ ഉയർത്തുന്നത്.
ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പണം കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം ഫോർമാലിറ്റീസ് ഉണ്ടെന്നറിയാമോ? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം, RBIയുടെ അനുമതി വേണം. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വിദേശത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. റിപ്പോർട്ടർ ചാനൽ അതിൻ്റെ പൈസ വിദേശത്തേക്ക് അയച്ചിരിക്കുന്നത് ഈ പറഞ്ഞ RBIയുടെ പെർമിഷനോടുകൂടി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടി ആണ് പണം അയച്ചിരിക്കുന്നത്. അത് SBIയിൽ നിന്നാണ് പണം അയച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഈ മാധ്യമം പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഡോളർ കടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RBIയുടെ സഹായത്തോടെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സഹായത്തോടു കൂടി റിപ്പോർട്ടർ ചാനലും ആൻഡോ അഗസ്റ്റിനും വിദേശത്തേക്ക് ഡോളർ കടത്തിയെന്നാണോ ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്? എന്ത് വിവരമില്ലായ്മയാണ് പറയുന്നത്. ഇവരുടെയൊക്കെ മാധ്യമ സ്ഥാപനത്തിലിരിക്കുന്ന ജേർണലിസ്റ്റുകൾ എവിടെ നിന്നാണ് ജേർണലിസം പഠിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഈ കുക്കു FM നമ്മൾ കണ്ടിട്ടുണ്ട്, 600 ലക്ഷം കോടി ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ 5 ലക്ഷം കോടി ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതൊന്നും ലോജിക്കായിട്ടുള്ള കാര്യങ്ങളല്ല, ജെനുവിനായിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല ഈ കുക്കു FM പറയുന്നത്. ഈ കുക്കു FM കണ്ടിട്ട് വരുന്ന കുറേ ജേർണലിസ്റ്റുകൾ കയറി ഇരുന്നിട്ട് ഓരോന്ന് സ്വന്തം ഭാവനയിൽ ഇങ്ങനെ അങ്ങോട്ട് എഴുതി വിടും. അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന കുറേയധികം മലയാളികളും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തി കളയുന്നത്. പിന്നീട് ഞാനൊരു കാര്യം പറയട്ടെ, AFIയുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഇല്ലാതെ റിപ്പോർട്ടർ ചാനലിനെ പോലുള്ള ഒരു ചാനൽ ഇത്രയും പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് മെസ്സിയെ കൊണ്ടുവരുമെന്നൊരു അവകാശവാദം ഉന്നയിക്കുമോ? ഇവർ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഓഫീസിൽ പോയതും അവിടെ നടത്തിയ മീറ്റിങ്ങുകളും ഒന്നൊക്കെ നമ്മൾ വിഷ്വൽസ് കണ്ടതല്ലേ. അതിനുശേഷവും പിന്നെ ഇവരോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ വളർച്ചയിൽ ഇവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല മറ്റു മാധ്യമങ്ങൾക്ക്. കാരണം അവർ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നു, പുതിയ രീതിയിൽ അവർ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യമുള്ളത്? അവരോട് മത്സരിക്കേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള പുതിയ ടെക്നോളജി കൊണ്ടുവന്നും പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നും അപ്ഡേറ്റ് ചെയ്തിട്ടാണ് അവർ മത്സരിക്കേണ്ടത്. മറിച്ച് ഇതേ രീതിയിൽ വ്യാജ വാർത്തകൾ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ പ്രചരിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് ഈ പറയുന്ന സർക്കാർ ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ ഇതേ രീതിയിൽ തിരിയാൻ കാരണം? ഈ സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ ഈ സർക്കാരിന് വരുന്ന വീഴ്ചകളെ നിശിതമായിട്ട് വിമർശിക്കുന്ന കേരളത്തിലെ ഏക ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം റിപ്പോർട്ടർ ചാനലിനെ. വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളെയൊക്കെ സഹിഷ്ണുതയോടുകൂടിയല്ല സർക്കാർ നേരിടേണ്ടത്, മറിച്ച് ഇതേ രീതിയിലുള്ള പ്രതികാരമാണോ ചെയ്യേണ്ടത്? എനിക്കറിയാൻ പാടില്ലാണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യമാണ്. കാരണം 126 കോടി രൂപ വിദേശത്തേക്ക് കടത്തി എന്നൊക്കെയുള്ള ഒരു വ്യാജ വാർത്ത മാധ്യമ സ്ഥാപനങ്ങൾ അടിച്ചു വിടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ഇപ്പോൾ പിന്നെ അബ്ദുറഹ്മാൻ സ്പെയിനിന് പോയത് സംസ്ഥാന സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ്. സംസ്ഥാനത്തെ ഒരു മന്ത്രി വിദേശ രാജ്യത്തേക്ക് സന്ദർശനം നടത്തണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. ഏത് മന്ത്രി വിദേശ രാജ്യത്ത് ഒഫീഷ്യലി സന്ദർശനം നടത്തുന്നുണ്ടെങ്കിലും അത് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് തന്നെയാണ് പണം മുടക്കേണ്ടത്. ഈ മന്ത്രിയുടെ വീട്ടിലെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല പോയേക്കുന്നത്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു മത്സരത്തിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്നത്തെ സ്പോർട്സ് മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാൻ ഈ പറഞ്ഞ സ്പെയിനിൽ പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പണം വലിയൊരു നഷ്ടമായിട്ട് കാണുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് ഒന്നും മിണ്ടാത്തത്. അപ്പം പറയായിരിക്കും അതിന് മാസം 80 ലക്ഷം രൂപ വാടക കൊടുക്കുന്നതാണ്, അവിടെ കിടന്ന് ഓടിച്ചാലും ഓടിയില്ലെങ്കിലും അതിന് വാടക കൊടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞേക്കാം. ഇത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ. ഇവിടുന്ന് ഡോളർ കടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹവാലയിലാണോ കടത്തിയത്? ഇവർ അക്കൗണ്ടിൽ നിന്നല്ലേ പണം കൈമാറിയിട്ടുള്ളത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്. അത് കഴിഞ്ഞതിന് ശേഷവും പിന്നീട് എന്ത് വിഡ്ഢിത്തരമാണ് വിളിച്ചു പറയുന്നത്. ഈ മലയാളികൾക്ക് ഒരാളോട് തോന്നുന്ന ജലസി, ആ ജലസി കൊണ്ടല്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൂടാണ്ട് തന്നെ ഇതിന് രാവിലെ വന്നിരിക്കുന്ന വേറൊരു വാർത്തയാണ്. ഇതെല്ലാം പ്ലാൻഡ് ഓപ്പറേഷനാണ്. ഒരു ദിവസം തന്നെ 2 വാർത്തകൾ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ വരണം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് വന്നിരിക്കുന്നത്? മരമുറി കേസിൽ അഗസ്റ്റിൻ ബ്രദേഴ്സിന് ജാമ്യമില്ലാ വാറണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഈ വാർത്തയൊക്കെ എഴുതി വിടുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. പ്രൊഡക്ഷൻ വാറണ്ട് എന്ന് തുടങ്ങിയാണ് ജാമ്യമില്ലാ വാറണ്ടായി മാറിയത്. അതായത് ഒരു കേസിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ കിടക്കുന്ന ഒരു കേസിൽ നമുക്ക് സമൻസ് ലഭിച്ചതിന് ശേഷം, അത് വാദി ആയിക്കൊള്ളട്ടെ പ്രതി ആയിക്കൊള്ളട്ടെ, 3ഓ 4ഓ പ്രാവശ്യം നമുക്ക് സമൻസ് ലഭിച്ചതിന് ശേഷവും നമ്മൾ കോടതിയിൽ ഹാജരാവാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കും കോടതി. കാരണം കേസ് മുമ്പോട്ട് പോകണ്ടേ. എന്നാൽ ഇവരെ സംബന്ധിച്ചിട്ട്, ഈ പറഞ്ഞ അഗസ്റ്റിൻ ബ്രദേഴ്സിനെ സംബന്ധിച്ചിട്ട്, ഇവരുടെ ഈ മരമുറിക്കലുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെല്ലാം ജോയിന്റ് ട്രയൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ജഡ്ജ്മെന്റ് എനിക്ക് തോന്നി 18-ാം തീയതി കണ്ടാണ് വരുന്നത്. അപ്പോൾ അത് വരുന്നിടം വരെ ഹാജരാവേണ്ട എന്നൊരു ധാരണയിൽ അവർ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഉള്ള ഈ കേസിൽ ഹാജരാവാൻ വേണ്ടി പോയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു. ഇതിനെയാണ് ജാമ്യമില്ലാ വാറണ്ട്. എന്തായിരുന്നു ഇന്നത്തെ ബ്രേക്കിംഗ് വാർത്ത? അതിനകത്ത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു ചാനലുണ്ട്, ബിഗ് TV.
ബിഗ് ടി വി എന്താണ് പറഞ്ഞത്? ഈ വരുന്ന വാർത്തകളിൽ അടിസ്ഥാനമില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അടിസ്ഥാനം ഉണ്ട് എന്ന് തെളിയുന്ന പക്ഷം അന്ന് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു ചാനൽ ബിഗ് ടി വിയാണ്. ബാക്കി എല്ലാ ചാനലുകളും ഈ റിപ്പോർട്ടർ ടി വിയുടെ അന്ത്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയായിരുന്നോ? കാരണം മലയാളി സ്വാഭാവികമായിട്ടും എന്താണ്, ഒരു നുണ 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായി മാറും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ തന്ത്രമാണ് ഈ ചാനലുകളെല്ലാം കൂടി ഇന്നലെ നടത്തിയത്. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ മരമുറി കേസിന്റെ വിധി വരട്ടെന്ന്. ആ വിധി വരുന്ന സമയത്ത് അവർ കുറ്റക്കാരാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അവരെ വിചാരണ ചെയ്യാം. മറിച്ച് ഒരു കർഷക കുടുംബത്തിൽ നിന്ന് അവരവരുടെ സ്വന്തമായ പ്രയത്നം കൊണ്ട് അവർക്ക് ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ആ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് അവർ തൊഴിൽ കൊടുക്കുന്നു. അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം ഒരുത്തൻ താഴേക്കിടയിൽ നിന്ന് വളർന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് അവനെ വലിച്ചെങ്ങനെയും താഴെ ഇടുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ലീഡർ ശ്രീ കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഭീഷ്മാചാര്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ചാരക്കേസ് കൊണ്ടുവന്നത് ആരാണ്? അത് ആർക്ക് വേണ്ടിയിട്ടാണ് ചാരക്കേസ് കൊണ്ടുവന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് വലിച്ച് താഴേക്കിട്ടത്? ഈ പറഞ്ഞ വൃത്തികെട്ട മാധ്യമങ്ങളല്ലേ? ഈ പറഞ്ഞ വൃത്തികെട്ട മാധ്യമങ്ങളാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം, ഈ മാധ്യമ സ്ഥാപനത്തിൽ ആർക്കാണ് ഈ മെസ്സിയെ കൊണ്ടിരുന്നതുമായി ബന്ധപ്പെട്ട് ആർക്കാണ് നഷ്ടം ഉണ്ടായിട്ടുള്ളത്? സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നിക്ഷേപം മേടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു വലിയ തട്ടിപ്പായിട്ടൂടെ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത്? എങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടി സാധിക്കും? കാരണം ഇത് മറ്റൊന്നുമല്ല. ഇപ്പോൾ ഓണം അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് പരസ്യങ്ങൾ കാണുന്നത് നമ്മൾ റിപ്പോർട്ടർ ചാനലിനകത്താണ്. മറ്റ് ചാനലുകൾക്ക് പരസ്യങ്ങൾ കുറവാണ്. അപ്പോൾ ഇവർ ബിസിനസ് ചെയ്ത നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഇവരെ ഏതെങ്കിലും തരത്തിൽ ഡീഗ്രേഡ് ചെയ്ത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ബിസിനസ്സും കൂടി തങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന ഒരു ധാരണയുണ്ട്. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ MDMA-യുമായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ പിടിക്കപ്പെട്ട വാർത്ത കാര്യമായി പ്രചരിക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഇപ്പം ഇങ്ങനൊരു ബ്രേക്കിംഗ് എടുത്തിട്ടേ എന്നൊരു ആക്ഷേപം കൂടി ഉണ്ട്. അത് ഗുരുതരമായ ഒരു ആരോപണമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു കണ്ടന്റായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആയിരിക്കാം. കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയെ പഴിക്കാനൊന്നും പറ്റത്തില്ല. കാരണം എന്താ റീസൺ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി ആയ സമയത്ത് എല്ലാവരെയും വിളിച്ച് കയറ്റി സെൽഫി എടുക്കുന്ന തിരക്കിലായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ ഒരു കേസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുമായിട്ട് രഹസ്യ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ചർച്ചകൾ വരെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ടർ ടി വിയോടും ആൻഡോ അഗസ്റ്റിനോടും ചെയ്തിരിക്കുന്നത് കൊടും ക്രൂരത തന്നെയാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. കാരണം 1 രൂപ പോലും സംസ്ഥാനത്തെ ഒരാൾക്ക് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. സംസ്ഥാന സർക്കാരിന് 13 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. 13 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടപ്പെട്ടു എന്ന് കായിക വകുപ്പിന് ബോധ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ കേസെടുക്കണമെന്നേ അബ്ദുറഹ്മാന്റെ കേസെടുത്തതിന് ശേഷം ആ കേസ് പിന്നീട് ബാക്കി എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. നമ്മുടെ സംസ്ഥാനത്തെ ഏത് മന്ത്രി വിദേശത്ത് പര്യടനത്തിന് പോയി കഴിഞ്ഞാലും പോയ കാര്യം നടക്കാതെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആ പണം ആ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഈടാക്കണം, അല്ലെങ്കിൽ ആ മന്ത്രിക്കെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക് വേണം പോകാനായിട്ട്. അതിനുള്ളത് ആർജവം കാണിക്കുക നമ്മുടെ സംസ്ഥാന സർക്കാർ. എത്രയോ മന്ത്രിമാർ എവിടെയൊക്കെ പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല എങ്കിലും. അതുകൊണ്ട് ഒരു തട്ടിപ്പും മെസ്സിയെ കൊണ്ടുവരുന്നതുമായിട്ട് നടന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് കമൻ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമല്ലാത്തതുണ്ടെങ്കിൽ, കള്ളമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയട്ടെ. സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം ഇതിനുണ്ടായിട്ടുണ്ടോ? ഇതിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിരിക്കുന്ന ഏക ആള് എന്ന് പറയുന്നത് റിപ്പോർട്ടർ ടി വിയും ആൻഡോ അഗസ്റ്റിനും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും മാത്രമാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള വ്യാജ വാർത്തകൾ ഇവരെങ്ങനെ പടച്ചുവിടുന്നത്? എന്തെങ്കിലും ഒരു ആധികാരികത വേണ്ടേ? മലയാളിയുടെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്തതിന് തുല്യമല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. എത്ര ക്രൂരമാണിതൊക്കെ. കാരണം അവരൊറ്റയ്ക്ക് വഴിവെട്ടി വളർന്നു വന്ന ആളുകൾ. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ ബിസിനസ്സുകാരും 100% ശരിയാണോ? എല്ലാ രാഷ്ട്രീയക്കാരും 100% ശരിയാണോ? എല്ലാ സാമൂഹിക പ്രവർത്തകരും 100% ശരിയാണോ? ഒരു 10% ജീവിതത്തിൽ തെറ്റുപറ്റാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവുമോ? നമ്മൾ വിശുദ്ധന്മാരായി എടുത്ത് പരിശോധിച്ചോളൂ, അല്ലെങ്കിൽ മഹാത്മാരായിട്ടുള്ള ആളുകൾ എടുത്ത് പരിശോധിച്ചോളൂ, ഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരെയും എടുത്ത് പരിശോധിച്ചോളൂ, മനസ്സിലാവും.
ജീവിതത്തിൽ പാളിച്ചകൾ പറ്റാത്ത, തെറ്റുകൾ പറ്റാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് പറ്റിയേക്കുന്ന തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ ജീവിതത്തിൻ്റെ അവസാനം വരെ അതെടുത്ത് അവരെ അവഹേളിക്കാൻ വേണ്ടി നടക്കുന്ന രീതി, അത് മലയാളി മാറ്റിയേ പറ്റൂ. അത് മാറ്റേണ്ടതാണ്. ഇവിടെ അവർ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുത്തത്. അതിന് സ്പോൺസർഷിപ്പിന് അവർ സമ്മതിച്ചു എന്ന ഒരു വലിയ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മുടെ കേരളത്തിലെ മറ്റു മാധ്യമ ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത്. ഇത് ശരിയല്ല. സംസ്ഥാന സർക്കാരിനെ തെറ്റ് കണ്ടാൽ വിമർശിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഒരു മാധ്യമ സ്ഥാപനത്തിലേക്കുള്ള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സന്ദർശനത്തിന് ശേഷമാണ് ഇങ്ങനൊരു വാർത്ത വന്നത് എന്നൊരു ആക്ഷേപം. അല്ല, ആ മാധ്യമ സ്ഥാപനത്തിന് പ്രത്യേക അജണ്ടയുണ്ട്. ആ മാധ്യമ സ്ഥാപനത്തെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണമില്ലാതിരുന്നത് അവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ പോരായ്മ ഉണ്ടായിരിക്കുന്ന ഒരു മാധ്യമമാണത്. ആ മാധ്യമത്തെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വളർച്ചയിലുള്ള ജലസി കൊണ്ട് അയാളെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവരെ തട്ടിപ്പുകാരാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ അവരെ സ്ഥിരം കുറ്റവാളികളാക്കി മാറ്റുന്ന ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. കേരളത്തിലെ പൊതുസമൂഹം ഒന്നായി ഇതുപോലുള്ള മാധ്യമ പ്രവർത്തനത്തെ എതിർക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.